അങ്ങനെ നമ്മുടെ കെമിസ്ട്രി എക്സാം അവസാനിച്ചിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്ത് പറയണേ. അത് നന്നായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ, നോ മാറ്റർ ഈസ് ഹിയർ. അതിനൊരു വിഷയമേ അല്ലല്ലോ. ഇനി മക്കളെ, ഇനി അവന്റെ വരവാണ്. ഈ അഖിൽ സാറിന്റെ സബ്ജക്റ്റിന്റെ വരവാണ് മക്കളെ. ബോട്ടണി, ബയോളജിന്റെ വരവാ. പഞ്ചാര മുഞ്ചരകളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തുകളെ, തക്കുടികളെ, എൻ്റെ എല്ലാമായവരെ, എൻ്റെ ചെറുത്ത ചെമ്പരുന്നുകളെ, ഇനി ബയോളജി എക്സാം മക്കളെ. രണ്ട് ദിവസം കഴിഞ്ഞ്, മാസമല്ല 2 ദിവസം കഴിഞ്ഞ്. എനിക്കറിയാം സാർ, ബയോളജിയിലെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ ടോപ്പിക്കും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ പ്രീവിയസും ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം ടഫായാലും ഞങ്ങൾക്ക് എളുപ്പമാകുമല്ലോ സാറേ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ടഫ് ആകുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ടഫ് ആകാനാ ചാൻസ്. സിമ്പിളാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പഠിച്ചു പോകരുത്. സിമ്പിൾ ആകുമെന്ന് കരുതി സിമ്പിളായിട്ട് പഠിച്ചു പോകരുത്. ടഫ് ആകുമെന്ന് കരുതി ടഫായിട്ട് വേണം പഠിച്ചു പോകാൻ. നല്ല നല്ല ക്വസ്റ്റ്യനുകൾ ഈ 2 ദിവസം കൊണ്ട് ചെയ്യുക. പാഠഭാഗങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ സകല ടോപ്പിക്കും പഠിച്ചവരാ. അപ്പൊ സാർ, ഇനി ടഫ് ആയാലും ഞങ്ങൾക്ക് എളുപ്പമായിട്ട് മാറുമല്ലോ. അങ്ങനെ എളുപ്പമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ചില ടോപ്പിക് കൂടെ നല്ല പോലെ പഠിക്കണം. ആ ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. പുലിയായിട്ടുള്ള ടോപ്പിക്ക്. ഇവന്മാർ പുലിയാണ് കേട്ടാ, അങ്ങുള്ള ടോപ്പിക്ക് നമ്മൾ മക്കളെ പഠിക്കാൻ പോകുന്നത്. നല്ല പോലെ പഠിച്ച കുട്ടികളുടെയും A+ ഫുൾ മാർക്കും കളയുന്ന ചില ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്ക് പഠിച്ചാലുണ്ടല്ലോ എക്സ്ട്രാ മാർക്ക് കിട്ടും, എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് കിട്ടും ഹാളിൽ കയറുമ്പോൾ. അങ്ങുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോണത്. എന്തായാലും നോക്കി വെക്കണ്ട, നിങ്ങളെ ടഫ് ആക്കുന്ന ചില ടോപ്പിക്കുകളുണ്ട്. പുലിയായിട്ടുള്ള ചില ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബയോളജി ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ചാപ്റ്റർ, അതിൽ നിന്ന് ഒറ്റ ഭാഗമേ പുലിയുള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒറ്റ ഭാഗം ഏതാ ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും മക്കളെ, ഫംഗസാ. ഫംഗസിലെ സകല പോയിന്റുകളും പഠിച്ചോ. ഫംഗസുകളുടെ സ്ട്രക്ചർ, ഐഫ എന്താ, മൈസീലിയം എന്താ, ക്ലാസിഫിക്കേഷൻ എന്താ, എക്സാമ്പിൾ എന്താ, സെക്ച്വൽ റീപ്രൊഡക്ഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ, അസെക്ച്വൽ റീപ്രൊഡക്ഷനിലും സെക്ച്വൽ റീപ്രൊഡക്ഷനിലും ഉണ്ടാകുന്ന സ്പോറുകളുടെ പേരുകൾ, അതൊക്കെ നോക്കി വെക്കണം. ഫംഗസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതൊക്കെ നോക്കി വെക്കണം. ഫംഗസ് ആണ് മക്കളെ നിങ്ങളെ കുഴപ്പിക്കുക. ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്താ, ഫംഗസുകളുടെ പേരെഴുതാൻ, ഫംഗസിന്റെ സ്പോറിന്റെ പേരെഴുതാൻ ക്വസ്റ്റ്യൻ വന്നതാ. ഫംഗസുകൾ എപ്പോഴും നിങ്ങളെ ടഫാക്കും. എക്സാമ്പിൾ പഠിച്ചു വെക്കണം മക്കളെ. റാം ഉപ്പ കാറ്റ് നമ്മൾ പഠിച്ചതാണ്. ഫംഗസുകളായിരിക്കും മെയിൻ ആയിട്ട് ബയോളജി ക്ലാസിഫിക്കേഷനിൽ ടഫാകുക. പ്ലസ് ഡയഗ്രാംസ് നോക്കി വെക്കുക. അടുത്തത് പ്ലാന്റ് കിണ്ണത്തിൽ ടഫാകുന്ന ഏതാണെന്നറിയാമോ? ആൽഗേന്റെ സെക്ച്വൽ റീപ്രൊഡക്ഷനെ ടൈപ്പ് പറയുന്നുണ്ട്. ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഇതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എക്സാമ്പിൾ ആണ് ഐസോഗമി ആരെ കാണിക്കുക, അനൈസോഗമി യൂഡോറിനെ കാണിക്കുക, ഊഗമി ആരെ കാണിക്കുക, എക്സാമ്പിൾ ഓർത്ത് വെക്കണം. ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ഇത് രണ്ടുമാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. ആൽഗെ എന്നാണ് എപ്പോഴും വരിക. പക്ഷേ ഈ 2026 +1 മെയിൻ എക്സാമിന് ഈ അഖിൽ സാറിന്റെ പ്രഡിക്ഷൻ എവിടാണെന്നറിയാമോ? ടെറിഡോഫൈറ്റിൽ നിന്നും ജിംനോസ്പേമിൽ നിന്നും ആയിരിക്കും മക്കളെ ക്വസ്റ്റ്യൻ വരിക. അവരും അവരുടെ റീപ്രൊഡക്ഷനും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. പിന്നെന്താ, ഡയഗ്രാംസ്. ആൽഗേന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട് ഒരൊറ്റ പേജിൽ ഒരു 6 ചിത്രം. ക്ലോറോഫൈസെ, ഫിയോഫൈസെ, റോഡോഫൈസെ, ആൽഗേന്റെ ആ ചിത്രങ്ങൾ നോക്കി വെക്കണം. ഓരോ ആൽഗെ തന്നാൽ കണ്ടുപിടിക്കണം. മാർക്കാങ്ഷ്യന്റെ ചിത്രം, ഫിനേറിയന്റെ ചിത്രം, സ്പാഗ്നത്തിന്റെ ചിത്രം, ജിങ്കോന്റെ ചിത്രം, സൈക്കസ്, പൈനസിന്റെ ഒക്കെ ചിത്രം ഇൻസെറ്റിൽ ഓർത്ത് വെക്കണം ഡയഗ്രാം. പിന്നെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ടെറിഡോഫൈറ്റിന്റെ ലൈക്കോപ്സിഡ, ടീറോസിഡ, സ്പീനോസിഡ, അതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ലിവർ വോട്സിന് എക്സാമ്പിൾ എന്താ, മോസസിന് എക്സാമ്പിൾ എന്താ, ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിക്ക് എക്സാമ്പിൾ എന്താ, ജിംനോസോമൾക്ക് എക്സാമ്പിൾ എന്താ, കോറോൾ റൂട്ട് എവിടെ, സൈക്കസിലെ കാണുക, സാർ മൈക്രോറൈസ് എവിടെ കാണുക, പൈനസിന്റെ റൂട്ടിലെ കാണുക. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക മക്കളെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെന്താ, ജിംനോസ്പെമുകൾ ഒരു പരിപാടി ചെയ്യും. എന്താ, അവർക്ക് നീഡിൽ ലൈക്ക് ലീഫാ. നീഡിൽ പോലുള്ള ലീഫുകൾ. എന്തിനാ നീഡിൽ പോലുള്ള ലീഫുകൾ, എന്തിനെ കൂർത്ത ലീഫുകൾ? ടു റെഡ്യൂസ് വാട്ടർ ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് അവർക്ക് നീഡിൽ ലൈക്ക് ലീഫ്. കൂർത്തിരിക്കുന്ന ലീഫുകളാണ്. ഒന്ന് ഇറങ്ങിയിരിക്കുന്ന സ്റ്റൊമാറ്റയാണ്. നീഡിൽ ലൈക്ക് ലീഫ് ആൻഡ് സങ്കൻ സ്റ്റൊമാറ്റ എന്നാ വിളിക്കുക. സാധാരണ സ്റ്റൊമാറ്റകൾ എവിടെ കാണുക, ലീഫിന്റെ മാർജിനിലാണ് കാണുക. എന്നാൽ ജിംനോസോമുകളുടെ സ്റ്റൊമാറ്റയോ കുറച്ചുകൂടെ മാർജിൻ, ഇതാണുള്ള മാർജിൻ നിന്ന് ഇറങ്ങിയാണ് ഇരിക്കുക. മാർജിൻ നിന്ന് ഇറങ്ങിയിരിക്കുന്ന സ്റ്റൊമാറ്റയുടെ പേരാണ് സങ്കൻ സ്റ്റൊമാറ്റ. എന്താ വിളിക്കുക മക്കളെ, പറ, സങ്കൻ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുക. എന്താ സാറേ സങ്കൻ സ്റ്റൊമാറ്റ കൊണ്ടുള്ള ഉപയോഗം? സങ്കൻ സ്റ്റൊമാറ്റയും നീഡിൽ ലൈക്ക് ലീഫും ഉള്ളത് കൊണ്ടാണ് വാട്ടർ ലോസ് ജിംനോസ്പെമുകളിൽ കുറയുന്നത്. ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, മോർഫോളജിയിലെ എക്സാമ്പിൾ ആണ് മക്കളെ മെയിൻ. ഡയഗ്രാംസ് പ്ലസ് എക്സാമ്പിൾ. ഫിലോടാക്സി ഡയഗ്രാം പഠിക്കണം, സിമെട്രി പഠിക്കണം. ഏതൊക്കെയാ? ഫ്ലവറിന്റെ സിമെട്രി,
ഫ്ലവറിന്റെ സിമട്രിയിൽ ഏതൊക്കെ മക്കളെ വരിക? ആക്ടിനോമോർഫിക് ഉണ്ട്, സൈഗോമോർഫിക് ഉണ്ട്, അസിമട്രി ഉണ്ട്. സിമട്രി പഠിക്കണം, അതിന്റെ എക്സാമ്പിൾ പഠിക്കണം. പ്ലാസന്റേഷൻ, അതിന്റെ ചിത്രം പഠിക്കണം, എക്സാമ്പിൾ. എയ്സിവേഷൻ, ചിത്രം പഠിക്കണം, എക്സാമ്പിൾ. പൊസിഷൻ ഓഫ് ഓവറി, സുപ്പീരിയർ ആണെങ്കിൽ എന്താ? ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഇൻഫീരിയർ ആണെങ്കിൽ എപ്പിഗൈനസ് ഫ്ലവർ. ഹാഫ് ഇൻഫീരിയറോ ഹാഫ് സുപ്പീരിയർ ആണെങ്കിൽ പെരിഗൈനസ് ഫ്ലവർ. അതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിളും പഠിച്ചു വെക്കാം. പിന്നെന്താ? ഫാമിലി പഠിക്കണം. സോളനേസിയ ഫാമിലി എല്ലാവരും പഠിക്കും, പക്ഷെ നിങ്ങൾ നോക്കാത്തത് ഏതാ? ബ്രാക്സിക്കേസിയ ഫാമിലി. NCERT-യിലെ ഈ ഫാമിലിന്റെ ഫ്ലോറൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഫ്ലോറൽ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസ്റ്റാർഡ് പ്ലാന്റ് ഏത് ഗ്രൂപ്പാണ് ചോദിക്കും. മസ്റ്റാർഡ് പ്ലാന്റ് ഏത് ഗ്രൂപ്പാണ് സാറേ? ബ്രാക്സിക്കേസിയ ഫാമിലിയാണ്. സോളനേസിയ പഠിക്കുമ്പോൾ നിങ്ങൾ ഡയഗ്രാം പഠിക്കും, ഫ്ലോറൽ ഫോർമുലയൊക്കെ നിങ്ങൾ പഠിക്കും, പക്ഷെ എന്താ പഠിക്കാത്തത്? അതിന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാ? ചിലരെ ഫുഡായിട്ട് ഉപയോഗിക്കും, ടൊമാറ്റോ ചില്ലി. ചിലർ സ്പൈസ് ആണ്, ടൊമാറ്റോ ആൻഡ് പൊട്ടറ്റോ. സ്പൈസ് ആരാ? ചില്ലിയാണ്. ചിലർ ഓർണമെന്റ് ആയിട്ട് ഉപയോഗിക്കും, ആഭരണങ്ങളായിട്ട്. ആരാ? പെറ്റൂണിയ. ചിലർ മെഡിസിൻ ആണ്, ഏതൊക്കെ? ബെല്ലഡോണ, അശ്വഗന്ധ. പഠിച്ചു വെക്കണം, എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കണം. പിന്നെ ഫ്രൂട്ടുകൾ എന്താ സാറേ ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ സാറേ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? ഡ്രൂപ്പ് എന്താന്ന് പഠിക്കണം, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്താന്ന് പഠിക്കണം. കുട്ടികൾ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത മോർഫോളജിയിലെ ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് അവർ നോക്കില്ല. ഫ്രൂട്ടിന്റെ ഡയഗ്രാം നോക്കണം, ഫ്രൂട്ടിലെ സകല കണ്ടന്റുകളും നോക്കണം മക്കളെ. അടുത്ത സീഡ് നിങ്ങൾ നോക്കണം. സീഡ് ലെയർ ഏതൊക്കെ? ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെൻ. സീഡിന്റെ ലെയറുകൾ ഏതൊക്കെ? പിന്നെ ഏതാ? എൻഡോസ്പോം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ വിളിക്കുക? എൻഡോസ്പെർമസീഡ് എന്ന് വിളിക്കും. എൻഡോസ്പോം ഇല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? നോൺ എൻഡോസ്പെർമസീഡ് എന്ന് വിളിക്കുക. സീഡിൻ്റെ ഉള്ളിൽ എൻഡോസ്പോം ഉണ്ടെങ്കിൽ എൻഡോസ്പോം ഇല്ലെങ്കിലോ നോൺ എൻഡോസ്പെർമസീഡ്. NCERT-ൽ ഒരു മോണോകോട്ടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു മോണോകോട്ട് സീഡിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം ഒന്ന് നോക്കി വെച്ചേക്കണം. ഒരു മോണോകോട്ട് സീഡിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രം എൻ്റെ മക്കളൊന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, ഇതാണ് എംബ്രിയോ, ഇതാണ് അവരുടെ എൻഡോസ്പോമിന്റെ കവറിങ്ങിന്റെ പേരാണ് അല്യൂറോൺ ലെയർ എന്നാ വിളിക്കുക. എൻഡോസ്പോമിന്റെ കവറിങ്ങിന്റെ പേരെന്താ? അല്യൂറോൺ ലെയർ എന്നാ നമ്മൾ വിളിക്കുക. ഒന്ന് നോക്കി വെച്ചേക്കണം അവിടെ. ഇനി അടുത്ത സെല്ലിലേക്ക് വരുമ്പോൾ, സെല്ലിലേക്ക് എന്താ? പ്രോ കാരിയോട്ടും യു കാരിയോട്ടും നമ്മളെ വ്യത്യാസം പഠിച്ചു വെക്കണം. ഇൻക്ലൂഷൻ ബോഡീസ് എന്താന്ന് പഠിച്ചു വെക്കണം. അടുത്ത എന്താ? സെല്ലിന്റെ ഷേപ്പും സൈസും. ഓരോ സെല്ലിന്റെ ഷേപ്പ് എന്താ? RBC എന്താ? നീളത്തിലുള്ള ബൈക്കോൺകേവ് ആണ്. WBC അമീബോയിഡ് ആണ്. നെർവ് സെൽ ലോങ് ആണ്. മൈക്കോപ്ലാസ്മ 0.3 ആണ്. ബാക്ടീരിയ 3 to 5 ആണ്. ആദ്യമായി ന്യൂക്ലിയസ് കണ്ടുപിടിച്ച റോബർട്ട് ബ്രൗൺ ആണ്. ആദ്യമായിട്ട് ലിവിങ് സെൽ കണ്ടുപിടിച്ചത് ആന്റോൺ ലിവനൂക്ക് ആണ്. സെല്ലിന്റെ ഷേപ്പും സൈസും പഠിച്ചു വെച്ചേക്കണം. സീലിയന്റെ ഫ്ലജലിന്റെയും മൈക്രോട്യൂബിളിന്റെ അറേഞ്ച്മെന്റ് ഉണ്ട്. 9+2 സെൻട്രിയോളിലെ മൈക്രോട്യൂബിളിന്റെ അറേഞ്ച്മെന്റ് എന്താ? 9+0 എന്നാൽ സീലിയം ഫ്ലജലിന്റെ ഡയഗ്രാം ഓർത്ത് വെക്കണം. സീലിയലെ ഫ്ലജലിന്റെ മൈക്രോട്യൂബിളിന്റെ അറേഞ്ച്മെന്റ് എന്താ? 9+2. സെൻട്രിയോളിലെ അറേഞ്ച്മെന്റ് എന്താ? 9+0. അത് മാത്രമല്ല ഇവരുടെ ഡയഗ്രാം ഉണ്ട് NCERT-ൽ. ആ ഡയഗ്രാം കൂടെ നോക്കി വെച്ചേക്കണം. NCERT-ലെ സീലിയയിലെയും ഫ്ലജലിലെയും ഡയഗ്രാം കൂടി നോക്കി വെച്ചേക്കണം മക്കളെ. അടുത്ത ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം. ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം 2 ചാപ്റ്ററിലാണുള്ളത്. ഒന്ന് സെൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും ഒന്ന് ഏതാ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും. ഫോട്ടോസിന്തസിസിലെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം എല്ലാവർക്കും അറിയാം, എല്ലാവരും നോക്കി പോകുന്നതാ. എന്നാൽ സെല്ലിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഉള്ളിലെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം ആരും അങ്ങനെ നോക്കാറില്ല. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം ഒന്ന് നോക്കി വെച്ചേക്കണം മക്കളെ. അടുത്ത ട്രാൻസ്പോർട്ട് പറയുന്നുണ്ട്. സെൽ മെമ്പറിന് ചുറ്റുമുള്ള ട്രാൻസ്പോർട്ട്. എനർജി വേണമെങ്കിൽ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എനർജി വേണ്ട എങ്കിൽ അത് പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് എന്തായി തിരിക്കാം? സിമ്പിൾ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്. ആ ട്രാൻസ്പോർട്ടും എൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കണം. പിന്നെ മൈക്രോ ബോഡീസ് എന്താ? പ്ലാന്റ്സിലും ആനിമൽസിലും മാത്രം കാണുന്ന എൻസൈമുകൾ സൂക്ഷിക്കുന്നവരാണ് ആര്? മൈക്രോ ബോഡീസ് എന്ന് പറഞ്ഞാൽ. അത് നോക്കി വെച്ചേക്കാം മക്കളെ. അനാട്ടമിയിലേക്ക് വരികയാണെങ്കിൽ അനാട്ടമിയിൽ കാര്യമായിട്ട് അങ്ങനെ എനിക്ക് ടഫായി തോന്നിയിട്ടില്ല കേട്ടോ. അനാട്ടമിയിലേക്ക് വരികയാണെങ്കിൽ അനാട്ടമിയിൽ കാര്യമായിട്ട് ടഫോ ഒന്നുമില്ല, അതിലെല്ലാം ചോദിച്ചിട്ടുള്ളതാ. അനാട്ടമിയിൽ സകല പോയിന്റ് എനിക്ക് ചോദിച്ചിട്ടുള്ളതാ. അനാട്ടമിയിൽ അങ്ങനെ കാര്യമായിട്ട് ടഫായിട്ടുള്ള ടോപ്പിക്കുകളൊന്നുമില്ല. പിന്നെ ചിത്രങ്ങളൊന്നും നോക്കി വെച്ചേക്കാം അനാട്ടമിയിൽ, അതാണ് അവിടെ ടഫാക്കുകയാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഡയഗ്രാംസ് നോക്കി വെച്ചേക്കാം അനാട്ടമിയിൽ. അടുത്ത സെൽ സൈക്കിൾ എന്താ? G0 ഫേസ് നോക്കിപ്പോണം. ക്യൂസന്റെ ഫേസ് എന്താ? സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് നിങ്ങൾക്ക് അറിയാം, എന്നാൽ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് പലർക്കും അറിയില്ല. സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് പഠിച്ചു വെക്കുക. അടുത്തെന്താ? മൈറ്റോസിസും മിയോസിസ് നമ്മളുടെ ഡിഫറൻസ് നോക്കി വെക്കണം. അടുത്ത സിൻസീഷ്യം എന്താ? ഒരു സെല്ലിൽ തന്നെ കുറെ ന്യൂക്ലിയസ് കാണുക. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷന്റെ പേരാണ് ഏത്? സിൻസീഷ്യം. അതിന് എക്സാമ്പിൾ എന്താ? ലിക്വിഡ് എൻഡോസ്പോം, തേങ്ങാവെള്ളം. അടുത്ത് വരുന്ന ചോദ്യമാ,
മെറ്റാഫേസ്, മൈറ്റോസിസിലെ മെറ്റാഫേസും മിയോസിസിലെ മെറ്റാഫേസ് 1 തമ്മിലുള്ള വ്യത്യാസം എന്താ? മൈറ്റോസിസിലെ മെറ്റാഫേസും മിയോസിസിലെ മെറ്റാഫേസ് 1 തമ്മിലുള്ള വ്യത്യാസം എന്താ? അതേപോലെ മൈറ്റോസിസിലെ അനാഫേസും മിയോസിസിലെ അനാഫേസ് 1 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മക്കളെ, നോക്കി വെക്കണം. വെറും മൈറ്റോസിസിലെ മെറ്റാഫേസും മിയോസിസിലെ മെറ്റാഫേസ് 1 തമ്മിലുള്ള വ്യത്യാസം എന്ത്? മൈറ്റോസിസിലെ അനാഫേസും മിയോസിസിലെ അനാഫേസ് 1 തമ്മിലുള്ള വ്യത്യാസമുണ്ട്, നോക്കി വെക്കണം മക്കളെ. ഫോട്ടോസിന്തസിസ് പലരും ചോദിക്കും, എക്സ്പീരിമെന്റ്സ് പഠിക്കണോ സാറേ? ഞാൻ പറയുന്നു പഠിക്കണം. ഈ വട്ടം പാടാകുകയാണെങ്കിൽ എക്സ്പീരിമെന്റ്സ് എന്ന് ക്വസ്റ്റ്യൻ വരും. അതിൽ നോക്കേണ്ടത് ജോസഫ് പ്രീസ്ലി, ജൂലിയസ് വോൺ സാഷെ, ഏഞ്ചൽ മാനെ, കോർണീലിയസ് വാൻ. ഒന്ന് നോക്കാൻ പറ്റില്ലെങ്കിൽ 4 പേർ നോക്കി വെക്കണം. C3C4 പ്ലാന്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താ? പണ്ട് ചോദിച്ച ചോദ്യമാ. C3C4 പ്ലാന്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല, വേണമെങ്കിൽ വരാം. C3C4 പ്ലാന്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ? 3 ഗ്രാഫുകൾ NCERT പറയുന്നുണ്ട്. ഒന്നാമത്തത് ആക്ഷൻ സ്പെക്ട്രം. ആക്ഷൻ സ്പെക്ട്രം NCERT നോക്കണം. ആക്ഷൻ സ്പെക്ട്രം NCERT നോക്കി വെക്കണം. അടുത്ത അബ്സോർപ്ഷൻ സ്പെക്ട്രം. അബ്സോർപ്ഷൻ സ്പെക്ട്രം മക്കൾ നോക്കി വെക്കണം. അബ്സോർപ്ഷൻ സ്പെക്ട്രം എൻ്റെ മക്കൾ നോക്കി വെക്കണം. ലാസ്റ്റ് ഒരു ഗ്രാഫ് ഉണ്ട് NCERT. ഈ ഗ്രാഫിൻ്റെ ചോദ്യം വരിക, ഇവിടെ ഒരു ഡി പോയിന്റ് ഉണ്ട്. ഈ ഡി പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ 3 ഗ്രാഫ് ആ NCERT നിന്ന് നോക്കി വെക്കണം. ആക്ഷൻ, അബ്സോർപ്ഷൻ, പിന്നെ ലാസ്റ്റ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടറിന്റെ അവിടെ കാണിക്കുന്നുണ്ട്. ഡി പോയിന്റ് എന്താ? ഡി പോയിന്റിന് മുമ്പ് ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടറാ, ഡി പോയിന്റിന് ശേഷം ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ല. അടുത്ത കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിന്റെ ഡയഗ്രാം ചോദിക്കും മക്കളെ, ഡയഗ്രാം ചോദിക്കും. ഇവിടെ ഫോട്ടോ സിസ്റ്റം 1, ഇവിടെ ഫോട്ടോ സിസ്റ്റം 2, സോറി ഇത് 1 ഇത് 2. ഇവിടെ ആരുണ്ട്? പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്. ഇവിടെ ആരുണ്ട്? സൈറ്റോക്രോം B6F. ഇവിടെ പ്ലാസ്റ്റോസയാനിൻ. ഇവിടെ ആരടിഞ്ഞു കൂടും? H+ അടിഞ്ഞു കൂടും. H+കൾ ആരുള്ളിൽ കൂടെ പോകും? ATP സിന്തേസിന് ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ ATP ഉണ്ടാകും. ഈ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിനെ ഡയഗ്രാം ചോദിക്കാം. ആകെ ഇവിടുന്ന് ചോദിക്കുന്നത് എന്താ? ഈ ലൂമൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് H+ അടിഞ്ഞു കൂടുക? നോർമലി ചോദിക്കാറുണ്ട്. പക്ഷെ വീണ്ടും വേറെ ചോദ്യം വരാം. എന്താ? ഇതിൻ്റെ ഡയഗ്രാം അടയാളപ്പെടുത്താൻ. ലൂമൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് H+ കൊന്നുകൂടുന്നത്? അത് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കി വെക്കണം. റെസ്പിറേഷൻ വരുന്ന എന്താ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ഞാൻ എഴുതി വെച്ചോ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഡയഗ്രാം വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത് എന്തുകൊണ്ട് പ്ലാന്റ്സിന് നമ്മളെപ്പോലെ ഒരു ലങ്സ് ഇല്ല? റെസ്പിറേഷൻ നടത്താൻ ഒരു ഓർഗൻ ഇല്ലാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെ? എന്തുകൊണ്ട് റെസ്പിറേഷനെ ആംഫിബോളി പാത്വേ എന്ന് വിളിക്കുന്നു? അവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഇങ്ങനെ പോയിട്ടാകും. പിന്നെന്താ? ഫാറ്റ് എന്താകും? ലിപ്പിഡ് എന്താകും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആകും. ഗ്ലിസറോൾ എന്തായിട്ടാ കയറുക? ഡൈഹൈഡ്രോക്സി അസറ്റോം ഫോസ്ഫേറ്റ് ആയിട്ട് കയറും. ഫാറ്റി ആസിഡ് എന്തായിട്ടാ കയറുക? അസറ്റിൽ കോഎൻസൈം ആയിട്ട് കയറും. പ്രോട്ടീൻ നേരെ അമിനോ ആസിഡ് ആകും, അത് നേരെ പൈറുവിക് ആസിഡ് ആയിട്ട് കയറും. ഈ ഒരു ഡയഗ്രാം ഉണ്ട് NCERT നോക്കി വെക്കാം. NCERT കുറേ അസംഷൻസ് ഉണ്ട്. എന്താ അസംഷൻ എന്ന് പറഞ്ഞാൽ? ഊഹങ്ങൾ. നമ്മൾ പഠിക്കുന്ന റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളൊക്കെ സത്യമാകണമെങ്കിൽ ചില ഊഹങ്ങളുണ്ട്. എന്താ? അതാണ് അസംഷൻസ്. ഒരു ഗ്ലൂക്കോസെ ഒരു സമയം റെസ്പിറേഷന് പോകാൻ പാടുള്ളൂ. ഓർഡറിൽ നടക്കുന്ന പരിപാടിയാണ്. ഗ്ലൈക്കോളസിസിന് ശേഷം ലിങ്ക് റിയാക്ഷൻ നടക്കണം, അതിനുശേഷം ക്രെബ്സ് സൈക്കിൾ നടക്കണം, അതിനുശേഷമേ ETS നടക്കാറുള്ളൂ. ഇത് ഓർഡറിൽ നടക്കുന്ന പരിപാടിയാണ്. പിന്നെന്താ? അതിനിടയ്ക്കുണ്ടാകുന്ന ഇന്റർമീഡിയറ്റുകൾ വേറെ ഒരു പാത്വേയിലും കയറാൻ പാടില്ല. 3 അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? ഒരു സമയത്ത് ഒരു ഗ്ലൂക്കോസെ റെസ്പിറേഷന് പോകാറുള്ളൂ, ഓർഡറിൽ വേണം നടക്കാൻ. പിന്നെന്താ? ഓരോ സ്റ്റെപ്പിന് ശേഷവും ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റുകൾ വേറെ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. ഈ 3 ഊഹങ്ങളുണ്ട്. ഈ ഊഹങ്ങളെ വിളിക്കുന്ന പേരാണ് അസംഷൻസ് എന്നാ വിളിക്കുക. പിന്നെന്താ? റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കണം. എന്താ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ? ഗ്ലൈക്കോളൈസിസ് നടക്കുമ്പോൾ എത്ര ATP ഉണ്ടാകും? ലിങ്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ എത്ര ATP ഉണ്ടാകും? ക്രെബ്സ് സൈക്കിളിന് എത്ര ഉണ്ടാകും? ഓരോ സ്റ്റെപ്പിലും എത്ര ATP ഉണ്ടാകുന്നു അത് എഴുതി വെക്കുന്നതാണ് എന്ത്? റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ്. റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അന്തം വിടൊന്നും വേണ്ട. അത് എന്താ സംഭവം? ഓരോന്നിലും എത്ര ATP ഉണ്ടാകുന്നു നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അടുത്താണ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിന് വരുന്ന ക്വസ്റ്റ്യൻ എന്താ അറിയാം മക്കളെ? പ്ലാന്റ് ഗ്രോത്തിൻ്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്? പ്ലാന്റ് ഗ്രോത്ത് അൺലിമിറ്റഡ് ആണ്, ഓപ്പൺ ആണ്, മെഷറബിൾ ആണ്. അടുത്ത AGR RGR വെരി വെരി ഇമ്പോർട്ടൻറ്റ്. AGR എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്. RGR എന്താ? റിലേറ്റീവ് ഗ്രോത്ത്. AGR എങ്ങനെ കണ്ടുപിടിക്കുക? ഫൈനൽ സൈസ് മൈനസ് ഇനീഷ്യൽ സൈസ്. RGR എങ്ങനെ കണ്ടുപിടിക്കുക? AGR ബൈ ഇനീഷ്യൽ സൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി AGR കിട്ടാൻ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും കേട്ടോ, നമ്മൾ ചെയ്യും, ലൈവിലൊക്കെ നമ്മൾ ചെയ്യും. അടുത്ത ഞാൻ പ്രതീക്ഷിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക്
മക്കളെ കുറേ നാളായി ചോദിച്ചിട്ട് ഇപ്പം ക്വസ്റ്റ്യൻ വരാറില്ല, വരും നിങ്ങൾ ഭാഗ്യമുള്ള മക്കളായതുകൊണ്ട്. ഡിഫറൻഷിയേഷൻ എന്താ, ഡി ഡിഫറൻഷിയേഷൻ എന്താ, റീഡിഫറൻഷിയേഷൻ എന്താ, ഡിഫറൻഷിയേഷൻ എന്താ, ഡി ഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ അവരുടെ എക്സാമ്പിൾസ് കൂടി നോക്കി വെക്കാം. പിന്നെന്താ, ഓരോ ഹോർമോണും എന്ത് വെച്ചാ ഉണ്ടാക്കിയത്, ഡെറിവേറ്റീവ് ഓക്സിൻ അഡനിൻ ഇൻഡോൾ വെച്ചുണ്ടാക്കിയതാ, ഗിബർലിക് ആസിഡ് ടെർപ്പീൻ വെച്ചുണ്ടാക്കിയതാ, സൈറ്റോകൈനിൻ അഡനിൻ വെച്ചുണ്ടാക്കിയതാ, അബ്സിസിക് ആസിഡ് കരോട്ടിനോട് പിഗ്മെന്റ് വെച്ചുണ്ടാക്കിയതാ. ഓരോ ഹോർമോണും എന്തിൽ നിന്ന് വന്നവരാണ്, എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്, അത് മക്കളെ പരീക്ഷയ്ക്ക് വരും. അടുത്തത്, എങ്ങനെയാണ് സാറേ ഗ്രോത്തിനെ അളക്കുക, മെത്തേഡ് ടു മെഷർ ഗ്രോത്ത് എങ്ങനെ, ഡ്രൈ വെയിറ്റ് കൂടിയിട്ടുണ്ടോ നോക്കി അളക്കാം, ഫ്രഷ് വെയിറ്റ് കൂടിയിട്ടുണ്ടോ നോക്കിയിട്ട് അളക്കാം, ലെങ്ത് കൂടിയിട്ടുണ്ടോ നോക്കിയിട്ട് അളക്കാം, സെൽ നമ്പർ കൂടിയിട്ടുണ്ടോ നോക്കിയിട്ട് അളക്കാം, ഏരിയ കൂടിയിട്ടുണ്ടോ നോക്കിയിട്ട് അളക്കാം, വോളിയം കൂടിയിട്ടുണ്ടോ നോക്കിയിട്ട് അളക്കാം. ഗ്രോത്ത് അളക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്, അത് എഴുതി വെക്കണം. ലീഫിൻ്റെ ഒക്കെ ഏരിയ, ലീഫിൻ്റെ ഗ്രോത്ത് എങ്ങനെ അളക്കാം, ഏരിയൻ്റെ ടൈമില. ഫ്രൂട്ടിൻ്റെ ഒക്കെ ഗ്രോത്ത് എങ്ങനെ അളക്കാം, വോളിയത്തിൻ്റെ ടൈമില. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്താണ് ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺ? രണ്ട് ഹോർമോൺസിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവരാണ് മക്കളെ ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺ. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം മക്കളെ. രണ്ട് ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺ നമുക്ക് പഠിക്കാനുണ്ട്, ഓക്സിൻ ആൻഡ് സൈറ്റോകൈനിൻ. അതേപോലെ അടുത്ത പെയർ ഏതാ, ഗിബർലിക് ആസിഡ് ആൻഡ് അബ്സിസിക് ആസിഡ്. ഇത് രണ്ടുമാണ് ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺ എക്സാമ്പിൾ. എന്ത് ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺ? ഓക്സിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും സൈറ്റോകൈനിന്, ഗിബർലിക് ആസിഡിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും അബ്സിസിക് ആസിഡിന്. ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി വെക്കാം മക്കളെ, എന്താ അത് ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺ എന്നാണ് എഴുതി വെക്കാം. ഇതാണ് മക്കളെ നിങ്ങൾ പഠിച്ചു പോയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് ഈ ടോപ്പിക്കുകളിൽ നിന്നാണ്. നിങ്ങൾ പഠിക്കും, പക്ഷേ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ എൻ്റെ മക്കളൊന്ന് പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തന്നതാ, ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ലൈവിൽ നിന്നും തലേന്നുള്ള ലൈവിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ പേടിക്കണ്ട, ഈ ഭാഗവും നമ്മൾ കവർ ചെയ്യും മക്കളെ. എപ്പോഴും പറയുന്ന പോലെ ഇനി കളിച്ച് ചിരിച്ചിരിക്കാൻ സമയമില്ല, പഠിച്ചേക്കണേടാ അല്ല, പഠിച്ചേക്കണേടാ അല്ല, ഇനി മുതൽ എന്താ, പഠിച്ചിരിക്കണം എന്നേ ഞാൻ പറയാറുള്ളൂ. എക്സാം തലേന്ന് പഠിച്ചേക്കണേടാ എന്ന് പറയാൻ സമയമില്ല, പഠിച്ചിരിക്കണം ഇപ്പോൾ തന്നെ. ഈ ടോപ്പിക്കുകൾ വേഗം ഒന്ന് പോയി വാ. ഈ ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയാൽ ക്വസ്റ്റ്യൻ പേപ്പർ പക്കാ സിമ്പിൾ ആയിരിക്കും. ടഫ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കുട്ടികൾക്ക് ടഫാണെങ്കിലും ഈ ടോപ്പിക്കിൽ മാസ്റ്റർ ആയവർക്ക്, ഈ ടോപ്പിക്ക് നോക്കി പോകുന്നവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായാലും ഈസി ആയിരിക്കും മക്കളെ. എൻ്റെ വാക്കാ, അഖിൽ സാറിൻ്റെ വാക്കാ. പ്രഡിക്ഷനിൽ ഞാനൊരു കിങ്ങാ മക്കളെ. ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇറക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ പ്രഡിക്ഷൻ എൻ്റെ വേറെ ലെവലാ. 5 മിനിറ്റ് ഞാൻ എന്നെ തന്നെ പോയെടുത്തിയതാട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഓക്കെ, ബൈ. പഠിക്കണേ.